ഹലോ, നമുക്ക് PA2 എക്സാംസ് അല്ലെങ്കിൽ PT2 എക്സാംസിന് വേണ്ടി മാത്സിന്റെ ഒരു ചെറിയ റിവിഷൻ നടത്തിയാലോ? ഒരു സാമ്പിൾ പേപ്പർ നമുക്കിവിടെ സോൾവ് ചെയ്ത് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 1 ലിറ്റർ ഈക്വൽ ടു ഡാഷ് മില്ലി ലിറ്റർ. എല്ലാവർക്കും അറിയാം അല്ലേ? 1 ലിറ്റർ ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. 1 meter is dash centimeter. 1 meter is 100 centimeter. Complete the number line. Number line correct order numbers കൊടുക്കണം. 100 dash dash 400 500 dash dash 800. എന്താണ് ആൻസർ? 100 200 300 400 500 600 700 and 800. Draw lines to show different ways of making half. ഇവിടെ തന്നിരിക്കുന്ന ഒരു ഷേപ്പ്, ഇതിനെ ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, രണ്ട് സൈഡിലും ഈക്വൽ ആണല്ലേ. ഇനി ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഇപ്പോഴും രണ്ട് സൈഡിലും ഈക്വൽ ആണ്. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, അപ്പോഴും രണ്ട് സൈഡും ഈക്വൽ ആണ്. Color or shade the samples below to show the fractions as instructed. ഫ്രാക്ഷൻസ് പഠിച്ചിട്ടില്ലേ എല്ലാവരും? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഫ്രാക്ഷൻ അനുസരിച്ച് ഈ ഒരു ചിത്രത്തിൽ കളർ ചെയ്യണം. ഫസ്റ്റ് 1 ക്വാർട്ടർ. എന്താണ് ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ? ഏതൊരു ഷേപ്പിനെയും അല്ലെങ്കിൽ എന്തൊരു വസ്തുവിനെയും 4 ഈക്വൽ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താൽ, 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് ക്വാർട്ടർ. ഫസ്റ്റ് ഇമേജിനെ ഓൾറെഡി 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു കള്ളിയാണ്. സോ ഇതൊരു ക്വാർട്ടർ ആണ്. ഈ സെക്കൻഡ് 2 ക്വാർട്ടർ. 1 ക്വാർട്ടർ 1 ഔട്ട് ഓഫ് 4. അപ്പൊ 2 ക്വാർട്ടറോ 2 ഔട്ട് ഓഫ് 4. 4 ആയി ഡിവൈഡ് ചെയ്തതിൽ 2, അതിനാണ് 2 ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 1 2 ഇതാണ് 2 ക്വാർട്ടർ. 2 ക്വാർട്ടർ തന്നെയാണ് ഹാഫ്. നെക്സ്റ്റ് 3/6 പാർട്സ്. 3 ഔട്ട് ഓഫ് 6 പാർട്സ്. അപ്പൊ നമുക്ക് 6 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അതിൽ 3 പാർട്സിനെ കളർ ചെയ്യണം. അപ്പൊ 3/6 എന്ന ഫ്രാക്ഷൻ ആണ് കിട്ടുക. ടോട്ടൽ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 കള്ളികൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 3/6 പാർട്സ് ആയി മാറി. 3 ക്വാർട്ടർ. നേരത്തെ 1 ക്വാർട്ടറും 2 ക്വാർട്ടറും ചെയ്തു അല്ലേ? അപ്പൊ 3 ക്വാർട്ടർ എന്താണ്? 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 പോർഷൻസ് കളർ ചെയ്യുമ്പോൾ അത് 3 ക്വാർട്ടർ ആയിട്ട് മാറും. ഇനി ഹാഫ് ആണ് ചോദിക്കുന്നതെങ്കിലോ, ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി ഭാഗമാണ്. അപ്പൊ ഈ 2 ക്വാർട്ടർ ഹാഫ് ആണ്. അപ്പൊ ഹാഫ് ചോദിച്ചാൽ കൃത്യമായിട്ട് ഹാഫ് കളർ ചെയ്യണം. Make smallest 3-digit number using digits 5, 9 and 7. ഈ തന്നിരിക്കുന്ന നമ്പർ ഉപയോഗിച്ച് സ്മോളസ്റ്റ് 3-digit നമ്പർ ഉണ്ടാക്കണം. എങ്ങനെയാ ഉണ്ടാക്കുക? സ്മോളസ്റ്റ് നമ്പർ ആവുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്മോൾ നമ്പർ ആണ് എഴുതേണ്ടത്. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ 5 ആണ്. അപ്പൊ ഫസ്റ്റ് 5, പിന്നെ 7, പിന്നെ 9. 579 ആണ് smallest 3-digit number using these 3 numbers. Make greatest 3-digit number. നേരത്തെ smallest ആയിരുന്നു, ഇനി largest number using 8, 1 and 3. വേറെ 3 numbers ആണ്. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഫസ്റ്റ് വലിയ നമ്പർ എഴുതണം, ഏറ്റവും വലിയ നമ്പർ. ലാർജസ്റ്റ് നമ്പർ 8, പിന്നെ 3, പിന്നെ 1. So largest 3-digit number using 8, 1 and 3 is 831. Fill in the blanks using double or half. ഈ തന്നിരിക്കുന്ന ബ്ലാങ്ക്സിൽ ഡബിൾ അല്ലെങ്കിൽ ഹാഫ് എന്ന് എഴുതണം. 3 candies are dash of 6 candies. 3 candies 6ന്റെ എന്താണ്? ഹാഫ് ആണല്ലേ. നെക്സ്റ്റ് 6 candies are dash of 3 candies. 6 candies are double of 3 candies. Fill in the blanks using less than or greater than. 2 നമ്പർ വരുമ്പോൾ ഏതാണ് ചെറുത്
അല്ലെങ്കിൽ ഏതാണ് വലുത് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സിമ്പിൾസ് ആണ് ഇത്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ. ഈ ഒരു ചിത്രത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു എഡ്ജ് ഷാർപ്പാണ്, മറ്റേത് വൈഡ് ആണ്. അപ്പൊ ഷാർപ്പ് എപ്പോഴും ചെറുതാണല്ലേ. അപ്പോൾ സ്മോളസ്റ്റ് ഷാർപ്പ് എഡ്ജിലും ലാർജസ്റ്റ് വൈഡ് ആയിട്ടുള്ള എഡ്ജിലുമാണ് ഉണ്ടാവുക. ഇവിടെ നോക്കിയേ, 483 400സിലാണുള്ളത്. 348 ഇത് 300സിലാണ്. അപ്പൊ 400 ആണ് വലുത്. അപ്പൊ ഇവിടെ ഏത് സിമ്പിളാ കൊടുക്കുക? 4ന്റെ സൈഡിലായിരിക്കണം വൈഡ് വേണ്ടി വരിക. അപ്പോൾ ലാർജർ ദാൻ 483 is larger than 348. Similarly 237 രണ്ടും 200ലാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് അതിന്റെ നെക്സ്റ്റ് നമ്പർ ഏതാണെന്നാണ്. 7 ആണല്ലേ വലുത്. 237 is less than 273. Addition of capacities. ഇവിടെ രണ്ട് കപ്പാസിറ്റീസ് തന്നിട്ടുണ്ട്, അതിന് ആഡ് ചെയ്യണം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? 8 + 7. 8 + 7 = 15. 15ന്റെ 5 അവിടെ എഴുതണം. 1 ബാലൻസ് ഉള്ളത് മുകളിൽ, നെക്സ്റ്റ് നമ്പറിന്റെ മുകളിൽ എഴുതണം. ഇനി 1 + 2 + 3 6. 9 + 4 = 13. അപ്പോൾ ഇത് 1365 ml ആണ്. ഇതിനെ എങ്ങനെയും കൂടി മാറ്റി എഴുതാം. 1000 എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. അപ്പോൾ 1 ലിറ്റർ 365 മില്ലി ലിറ്റർ. അടുത്തത് ഇതിനെ എങ്ങനെ ആഡ് ചെയ്യാം? ഫസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 8 + 2 = 10. അപ്പൊ 0 എഴുതണം. 1 ബാലൻസ് അടുത്ത നമ്പറിന്റെ മുകളിൽ കൊടുക്കുക. 1 + 5 6. 6 + 4 is 10 again. അപ്പൊ 0 ഇവിടെ എഴുതുക. 1 ബാലൻസ് ഇവിടെ മുകളിൽ. 1 + 6 = 7. 7 + 8 = 15. 15ന്റെ 5 എഴുതണം. അവിടെയും 1 ബാലൻസ് ഉണ്ട്. ആ ക്യാരി ഓവർ ഇതിന്റെ മുകളിൽ കൊടുക്കുക. 1. 1 + 2 3. 3 + 1 = 4. 1 + 1 = 2. 24 liter 500 ml. Subtraction of capacities. മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ അഡീഷൻ ചെയ്തു അല്ലേ. ഇനി അടുത്തത് സബ്സ്ട്രാക്ഷൻ ആണ്. 72 meter 87 centimeter minus 39 meter 79 centimeter. എങ്ങനെ മൈനസ് ചെയ്യും? 7 - 9. 7 ചെറുതും 9 വലുതും ആണല്ലേ. അപ്പൊ 7ൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ? ഈ ഇരിക്കുന്ന 8ൽ നിന്ന് 1 എടുത്തിട്ട് ഇവിടേക്ക് കൊടുക്കണം. അപ്പോൾ 7നെയും 8നെയും കട്ട് ചെയ്തിട്ട് 7നെ 17 ആക്കണം. ഇവിടുന്ന് 1 അങ്ങോട്ട് പോയി 17. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ബാക്കി ഏതാണുള്ളത്? 7 ആണ്. 17 - 9 8. അടുത്തത് 7 - 7 0. 8 - 9. ഇവിടെയും സിമിലർലി 8 ചെറുതാണ്, 9 വലുതാണ്. അപ്പൊ 8ൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇവിടുന്ന് 1 ഇങ്ങോട്ട് എടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് അതിനെ കട്ട് ചെയ്തിട്ട് 18. ഇവിടുന്ന് 1 അങ്ങോട്ട് പോയതുകൊണ്ട് അത് 6. 18 - 9 is 9. 6 - 3 is 3. ആൻസർ എത്രയാ? 39 meter 8 centimeter. Next problem. 15 liter 045 milliliter minus 12 liter 555 milliliter. എങ്ങനെ മൈനസ് ചെയ്യാം? 5 - 5 = 0. നെക്സ്റ്റ് 4 - 0. 4 ചെറുതാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് 1 അങ്ങോട്ട് എടുക്കണം. ഫോർ ദ ടൈം ബീങ് ഇവിടെ ഇത് 0 ആണല്ലേ. 0ൽ നിന്ന് അവിടേക്ക് ഒന്നും എടുക്കാനില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കണം. ഈ 5ൽ നിന്ന് 1 വന്ന് ഇവിടേക്ക് വരും. അപ്പൊ അതെന്തുമായി മാറും? 10. 10ൽ നിന്ന് 1 ഇവിടേക്ക് പോവും. അപ്പൊ എന്തായി മാറും? അത് 14 ആവും. 10ൽ നിന്ന് 1 പോയതുകൊണ്ട് അവിടെ 9 ആവും. ഇനി ഈ ഒരു 5ൽ നിന്ന് 1 അങ്ങോട്ട് പോയല്ലേ. അപ്പൊ 5ന് പകരം അവിടെ 4 ആയും മാറും. 14 - 5 = 9.
9 minus 5 equal to 4. 4 minus 2 equal to 2. 1 minus 1 equal to 0. അപ്പോൾ 2 ലിറ്റർ 490 milliliter. ഇതാണ് ആൻസർ. നിങ്ങൾക്കും ചെയ്തപ്പോൾ ഇത് തന്നെയാണോ കിട്ടിയത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ. If a number is 50 more than 200, what is the number? 50 more than 200. 200 plus 50. 50 more than 200, which is equal to 250. അപ്പോൾ 250 ആണ് correct answer. A water bottle contains 500 ml of water. How many liters is that? 500 ml. 1 liter equal to 1000 ml ആണ്. 500 എന്ന് പറഞ്ഞാൽ 1000ന്റെ ഹാഫ് ആണ്. That means half liter. 500 ml എന്ന് പറഞ്ഞാൽ ഹാഫ് ലിറ്റർ ആണ്. Meena has 365 toys and her friend Sheena has 243 toys. Who has more toys and how many more? 365 and 243. ഒന്ന് 300ലാണ്, ഒന്ന് 200ലാണ്. അപ്പോൾ ആർക്കാണ് കൂടുതൽ ടോയ്സ് ഉള്ളത്? മീന ഹാസ് മോർ ടോയ്സ്. ഇനി അത് എത്ര കൂടുതൽ ഉണ്ടെന്ന് എങ്ങനെയാ നോക്കുക? നമുക്ക് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്താൽ മതി അല്ലേ? 365 മൈനസ് 243 എങ്ങനെ ചെയ്യും? 365 മൈനസ് 243. 5 minus 3 equal to 2. 6 minus 4 equal to 2. 3 minus 1 equal to 1. So answer is 122. 122 more. A water tank can hold 12 liters of water. It already has 8 liters of water. How many more liters of water can be poured into the tank? ഒരു വാട്ടർ ടാങ്ക്. ഈ വാട്ടർ ടാങ്കിൽ ടോട്ടൽ എത്ര ലിറ്റർ വാട്ടർ കൊള്ളും? 12 ലിറ്റേഴ്സ് വാട്ടർ കൊള്ളും അല്ലേ? പക്ഷെ അതിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ട്. ഓൾമോസ്റ്റ് 8 ലിറ്റർ വെള്ളം അതിലുണ്ട്. ഇനി ബാക്കി എത്ര വെള്ളം വേണം ഈ ടാങ്ക് ഫില്ലാവാൻ? ഇത്രയും പോർഷൻ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ 12 ആണ്, ഇപ്പം അതിലുള്ളത് 8 ആണ്. അപ്പോൾ 12 മൈനസ് 8 ഈക്വൽ ടു 4. അപ്പം ഇത് 4 ആണ്. 4 ലിറ്റേഴ്സ് ഓഫ് വാട്ടറും കൂടി ഉണ്ടെങ്കിൽ ടാങ്ക് ഫില്ലാവും. Using the numbers 3 and 5, make as many 2-digit and 3-digit numbers as you can. You can repeat the numbers. Also arrange them in increasing order. 3ഉം 5ഉം ഉപയോഗിച്ചിട്ട് എത്ര 2-digit numbers ഉണ്ടാക്കാൻ പറ്റും? നമ്പർ റിപ്പീറ്റ് ചെയ്യും ചെയ്യാം. 33, 35, 53 and 55. 3 പിന്നെ 3ന്റെ കൂടെ 5 പിന്നെ 5ന്റെ കൂടെ 3 തിരിച്ചു മറിച്ചു വിട്ട്. അപ്പൊ 4 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഇനി എത്ര 3-digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? 333, 335, 353, 355, 533, 535, 555, 555. ഇങ്ങനെ 3 digits ഉള്ള 8 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം അറേഞ്ച് ഇൻ ഇൻക്രീസിങ് ഓർഡർ. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് നമ്പർ ആണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ സ്ലോലി അതിനേക്കാളും വലുത്, അതിനേക്കാളും വലുത്, ലാർജസ്റ്റ് നമ്പർ ആണ് ലാസ്റ്റ് എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഓഫ് കോഴ്സ് 2-digit നമ്പേഴ്സ് നമുക്ക് ആദ്യം തന്നെ എഴുതാം. അതിനുശേഷം മാത്രമാണ് 3 digit സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ 33, 35, 53, 55. ഇനി 3 digits നമ്പേഴ്സിൽ 300 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് വേണം ആദ്യം എഴുതാൻ. അതിനുശേഷം 500ന്റെ നമ്പേഴ്സും എഴുതണം. സോ സ്മോളസ്റ്റ് നമ്പർ ഇസ് 33 and largest number is 555. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും സ്വന്തമായി ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.